ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പമ്പിൽ ചെന്നപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി പോയി. കമ്പനി വണ്ടി ട്രിപ്പ് എടുത്ത് പോയി. പിന്നെ നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നു. വണ്ടീൻ്റെ അടുത്തേക്ക് ചെന്നപ്പം സതീഷ് ചേട്ടനതേ കയ്യൊക്കെ കെട്ടി നോക്കിയിരിക്കുന്നു. സതീഷ് ചേട്ടന് ഡ്രൈവർമാരിതാ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുക. ശ്രീകണ്ഠനും ലാലും രണ്ടാളും മത്സരിച്ച് തുടയ്ക്കലാണ്. രണ്ടാളും ക്ലാസ് നല്ലോണം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരോട് കുറച്ച് നേരം അവിടെ കഥയൊക്കെ പറഞ്ഞു തന്നു. എല്ലാവരും നേരത്തെ വരും രാവിലെ. അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നു. ഡ്രൈവർ ഡ്യൂട്ടിയാണ്, പക്ഷേ മെഷീൻ എന്നിട്ട് എൻ്റെ കയ്യിലാണ് ചാർജ് ചെയ്യാൻ തന്നെ. അങ്ങനെ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ ബക്കറ്റ് വെള്ളമൊക്കെ പിടിച്ചു. റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണം. റേഡിയേറ്ററിൽ കയ്യിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. അങ്ങനെ റേഡിയേറ്ററൊക്കെ തുറന്നു. പിന്നെ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. രാവിലെ ആദ്യം വന്നാൽ പണി ടയർ പഞ്ചറാണോ അല്ലെങ്കിൽ കാറ്റ് കുറവുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ റേഡിയേറ്ററിൽ വെള്ളമൊക്കെ നോക്കുക. പിന്നെ ആഴ്ചയ്ക്ക് ഒരു ദിവസം വെച്ച് ഓയിൽ കുറവുണ്ടോ എന്നൊക്കെ നോക്കുക. അതൊക്കെ നോക്കി പിന്നെ നേരെ വണ്ടി എടുത്ത് സ്റ്റാൻഡിലേക്ക് ചെന്നു. സ്റ്റാൻഡിൽ ചെന്നപ്പോൾ സാൻജോ ചേട്ടൻ ക്യാമറ നോക്കിയില്ല, എന്നെയും കൂടി വീഡിയോയിൽ പെടുത്തണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ വന്നു. ചായ കുടിക്കാൻ പോയില്ലേ പ്രജീഷൻ ക്യാമറ കണ്ട് മൈൻഡൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സുഹിത്തേടൻ രാവിലെ ഓഫീസൊക്കെ തുറന്നിരിക്കുന്നു. പിന്നെ കുറച്ച് നേരം അവരോടെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് അവർ കഥയൊക്കെ പറഞ്ഞു തന്നു. സാൻജോ ചേട്ടൻ നിൽക്കുന്നു. രാവിലെ സ്റ്റാൻഡിൽ ആളുകൾക്ക് വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. ഇതാണ് നമ്മുടെ കൽപ്പറ്റ വണ്ടി നമ്മൾ പോകാറ്. ആർഷൽ വന്നു. ആർഷലിനൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ സുലഭമായ കാര്യങ്ങളാണ്. കാരണം ആർഷൽ അങ്ങനെ വരാറില്ല. പിന്നെ ട്രിപ്പൊക്കെ എടുത്ത് പോയി. എല്ലാ സ്ഥലത്തും മൊത്തത്തിൽ ആൾ കുറവാണ്. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസങ്ങളായിരുന്നു കാഴ്ചകളൊക്കെ. പിന്നെ നേരെ ചെന്നു, ട്രിപ്പൊക്കെ എടുത്ത് പോയി. പിന്നെ ട്രിപ്പ് എടുത്ത് തിരിച്ചു വന്നു. ഞാനും നന്ദും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയി. നമ്മൾ ജുറാസിയിലാണ് ചായ കുടിക്കാൻ പോയി. അഫ്സലൊക്കെ നമ്മളെ കണ്ടപ്പോഴേ അല്ലേ മാസ്ക് വലിച്ചേരി മുങ്ങി. നമ്മുടെ ജോണിച്ചേട്ടൻ മാത്രം നമ്മളെ കണ്ടാൽ ജോണിച്ചേട്ടൻ ഭയങ്കര സന്തോഷം, ക്യാമറയ്ക്ക് പോസൊക്കെ തരും. പിന്നെ നമ്മൾ സ്ഥിരം പോലെ തന്നെ ഫുഡൊക്കെ എടുത്തു. ഫുഡൊക്കെ സ്വന്തം കഴിച്ചു. അത് നേരെ സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ ഷിൻചേട്ടൻ സഹ്യാദ്രി ട്രാക്കിലേക്ക് വെക്കുകയാണ്. കുറച്ച് നേരം ഷിൻചേട്ടന് വർത്താനൊക്കെ പറഞ്ഞു തന്നു. ആ സഹ്യാദ്രി വീഡിയോ എടുത്തു. പിന്നെ നേരെ നമ്മൾ ട്രിപ്പൊക്കെ എടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇത് ബേസിലേട്ടൻ എപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടുവരാണ് ചെയ്യാം. ബേസിലേട്ടൻ വണ്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കടയിൽ പോയി ചോറും മീനൊക്കെ കഴിച്ചു. നന്ദു ഒരു ഓംപ്ലേറ്റ് അടിച്ചു, ഞാൻ മീൻ കഴിച്ചു. പിന്നെ ട്രിപ്പൊക്കെ എടുത്ത് പോയി. വൈകുന്നേരം സെയിം അവർ ചായ അടിച്ചു, മുട്ട പപ്സും ആരെയും കുറച്ച് കഴിച്ചു. ഞാൻ ഒരു കട്ട്ലേറ്റും കഴിച്ചു. വൈകുന്നേരം ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇവരെ വണ്ടീൻ്റെ ടയർ ചെത്തിപ്പോയിട്ട് ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരമായി. മൊത്തത്തിൽ ആൾ കുറവാണ്. ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞു. ഇന്ന് രാത്രി പോകേണ്ടതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. നെയ്ച്ചോറും ബീഫ് കഴിച്ചു. പിന്നെ അവിടെ നിൽക്കുമ്പോൾ തേച്ചിടാൻ വന്നു. ഇത് കോഴിക്കോട് വണ്ടിയാണ്, ഭാരത് ബെൻസിൻ്റെ. അവരോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ട്രിപ്പൊക്കെ എടുത്ത് പോയി. അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നു. പമ്പിൽ വന്നു, എണ്ണ അടിച്ചു. മണിയേട്ടനാണ് നമുക്ക് എന്നും എണ്ണ അടിച്ചത്. ഇന്നും മണിയേട്ടൻ തന്നെ എണ്ണ അടിച്ചത്. നന്ദു അവിടെ ഇരുന്ന് പൈസയൊക്കെ എണ്ണി കൊടുത്തു. ഇപ്പോൾ കുട്ടാപ്പി വന്നു. കുട്ടാപ്പി ഇപ്പോൾ ഫാമിലി മാൻ ആയതുകൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അന്ന് കുറച്ച് നേരം അവനോട് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നേരെ വീട്ടിൽ ചെന്നു. ഇന്നും മെഷീൻ എൻ്റെ കയ്യിൽ തന്നെ തന്നു. ഞാൻ വീട്ടിൽ ചെന്ന് മെഷീനൊക്കെ കുത്തിയിട്ടു.